നമ്മുടെ പത്തനംതിട്ട ഓമല്ലൂരിൽ ബിനു പാസ്റ്ററും സംഘവും നടത്തുന്ന തട്ടിപ്പ് സംഘത്തിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതിന് ശേഷവും അതുപോലെ ആ ബിൽഡിങ്ങിന്റെ ഓണർ ഇവിടുത്തെ പ്രവർത്തനം അവസാനിപ്പിച്ച് പോകണമെന്ന് ഓഡിറ്റോറിയം ഓണർ കൊടുത്തതിന് ശേഷവും അവരവിടെ അതിക്രമിച്ച് കയറി ഇന്നലെ നടത്തിയ പരിപാടികൾ നിങ്ങൾ കണ്ടു. ആ പഞ്ചായത്ത് ഭരിക്കുന്നത് BJP ആണ്, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. BJPയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. അവരവിടെ എത്തിയിരുന്നു. അവരിൽ പലരോടും സംസാരിക്കുമ്പോൾ നമ്മളെ ആരാധന ഇത് തടയാനല്ല അവിടെ എത്തിയത്, ബിനു പാസ്റ്ററെ പോലീസ് അറസ്റ്റ് ചെയ്യണം എന്ന ആവശ്യവുമായിട്ടാണ് എത്തിയതെന്നാണ് പറയുന്നത്. പക്ഷെ ബിനു പാസ്റ്ററിന് ഇത് മനസ്സിലായി. ബിനു പാസ്റ്റർ അന്നേരം പറഞ്ഞു, ഇത് പിടിച്ചു നിൽക്കാനുള്ള അവസാന കച്ചിത്തുരും എന്ന നിലയിൽ സംഘപരിവാർ അക്രമം ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, പിന്നെ ഭാരതമാതാവേ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരണമേ എന്നടക്കമൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ ഇറക്കിവിട്ട് ബിനു പാസ്റ്റർ കേരളത്തിൽ ഒരു ഓറ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കയറി പിടിക്കുകയും ചെയ്തു. നമ്മുടെ ഉദയഭാനു സഹാബൊക്കെ വലിയ സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത് കണ്ടു. ഒരു വലിയ ഒരു വെട്ടിപ്പും കൊള്ളയും നടത്തുന്ന ഒരുത്തൻ, ആ കുട്ടികളെ ആക്രമിച്ച ഒരു സംഘടന, ഒരു അംഗീകാരമില്ലാതെ കുട്ടികളെ കൂടെ പാർപ്പിച്ച് ബാലവേല വരെ നടത്തിയ ഒരു സംഘടന, അതുപോലെ തന്നെ അവരുടെ വൃദ്ധസദനവുമായി ബന്ധപ്പെട്ട അതിനിപ്പോൾ സ്റ്റോപ്പ് മെമ്മോയും അതിനുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പോയിരിക്കുന്നു. മൊത്തത്തിൽ ഒരു തട്ടിപ്പ് സംഘം, അതൊരു ആരാധനാലയം എന്നൊക്കെ പറയുമ്പോൾ നമ്മളവർക്ക് ഒരു പള്ളി അല്ലെങ്കിൽ ഒരു ബന്ധുക്രിസ്തുകാരുടെ ഒരു ഹാളിലോട്ടൊക്കെയാണ് ഇത് അക്രമം നയിച്ചു വിട്ടെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. പക്ഷെ നടന്നേക്കുന്നത് ഒരു ഓഡിറ്റോറിയത്തിലാണ്. ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ ബോർഡ് വെച്ച് ആരാധനാലയം നടത്താനുള്ള ഒരു പെർമിഷൻ കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവൊന്നുമില്ല. അപ്പോൾ ഉടനെ പറയും സംഘപരിവാറിന്റെ ഭീകരത എന്നൊക്കെ. ഇതിനകത്ത് ഏറ്റവും മനോഹരമായി കാണേണ്ടത് പത്തനംതിട്ട ജില്ലയിലാണ് ഇത് നടക്കുന്നത്. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ട് ബിനു പാസ്റ്റർ നടത്തുന്ന തട്ടിപ്പുകൾക്ക് അനുകൂലമായി ഒരു പ്രതികരണവും പത്തനംതിട്ട ജില്ല ആസ്ഥാനമായിട്ടുള്ള IPC ഇന്ത്യൻ ബെന്തിക്കോസ് സഭ, നമ്മുടെ കുമ്പനാട് ആസ്ഥാനമായുള്ള ആ ചർച്ച ഇതുവരെ എടുത്തില്ല. ഏറ്റവും കൂടുതൽ ബെന്തിക്കോസുകാർ പത്തനംതിട്ട ജില്ലയിലുള്ളത് IPCയിലാണ്. IPC ഇതുവരെ ബിനു പാസ്റ്ററിന് അനുകൂലമായ ഒരു നിലപാടെടുത്തില്ല. 40 ലക്ഷം ബെന്തിക്കോസുകാരെ ഇറക്കി ഞങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നൊക്കെ ഒരു പാസ്റ്ററോ എന്ന് പറയുന്നത് കേട്ടു. പക്ഷെങ്കിൽ IPC പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ ക്രിസ്തീയ സംഘടന IPC ഇതിനെതിരെ ഒരു നിലപാടെടുത്തിട്ടില്ല. അപ്പോൾ ബിനു പാസ്റ്ററും സംഘവും നടത്തിയ തട്ടിപ്പുകളും വെട്ടിപ്പുകളും പുറത്തു വന്നപ്പോൾ ഇപ്പോൾ BJP ഭരിക്കുന്ന പഞ്ചായത്താണ്, അതുകൊണ്ട് ഓമല്ലൂരിൽ BJP ക്രിസ്തീയ ആരാധന നിഷേധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിറങ്ങുന്നതാണ് ഏറ്റവും വലിയ നല്ല രസകരമായ കാര്യം. നിങ്ങൾക്ക് അറിയാവോ എന്നറിയത്തില്ല, കേരളത്തിലെ യാക്കോബായ സഭയുടെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ മഞ്ഞിനിക്കര ദേറ സ്ഥിതി ചെയ്യുന്നത് ഈ ഓമല്ലൂർ പഞ്ചായത്തിലാണ്. ഓർത്തഡോക്സ് സഭയുടെ പ്രശസ്തമായ വിവിധ പള്ളികൾ സ്ഥിതി ചെയ്യുന്നത് ഈ ഓമല്ലൂർ പഞ്ചായത്തിലാണ്. പെന്തിക്കോസ് സഭയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു. ഏകദേശം ഓമല്ലൂർ പഞ്ചായത്തിൽ തന്നെ 19ഓളം പെന്തിക്കോസ് സഭകളുടെ വിവിധ ആരാധനാലയങ്ങളുണ്ട്. ഈ സാധനമല്ല, ബിനു പാസ്റ്ററിന്റെ തട്ടിപ്പല്ല, ബാക്കി ഉണ്ട്. ഇവരെ ആരെയും BJPയോ ഭരണസമിതിയോ തടഞ്ഞതായിട്ട് കാണുന്നില്ല. ഇനി BJP അവിടെ പഞ്ചായത്തിൽ അധികാരത്തിൽ വന്നത് ഇവരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റും അവിടുത്തെ പഞ്ചായത്ത് അധികാരികളും ഒക്കെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സത്യങ്ങൾ നിലനിൽക്കുമ്പോൾ ബിനു പാസ്റ്ററിനെ പറ്റിയ ഏറ്റവും വലിയ അമളി എന്ന് അദ്ദേഹത്തിന് ഭാവിയിൽ മനസ്സിലാവും. പക്ഷെങ്കിൽ ഇപ്പൊ പിടിച്ചു നിൽക്കാനായിട്ട് സംഘപരിവാർ ഭീകരത, RSS ഭീകരത എന്നൊക്കെയുള്ള നമ്പർ അടിച്ചുവിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തെ കൂടെ നിർത്താം എന്ന് അദ്ദേഹം കരുതി. കമ്മ്യൂണിസ്റ്റുകാരിപ്പം അവരുടെ തലയിൽ ആൾതാമസമില്ലേ, അവർ ചെയ്യുന്നത് മുഴുവൻ മണ്ടത്തരമാണ്. നമ്മളെ ഇപ്പൊ PM ശ്രീ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ നമ്മുടെ ബാറിലെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ആയിക്കോട്ടെ, ഇങ്ങനെ അവർ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ ഇന്ന് അവരെ ഭരണത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പം എതിർത്ത് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കം നടന്ന ജില്ലയാണ് പത്തനംതിട്ട. അവരുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ പപ്പൻ ഇപ്പോൾ സസ്പെൻഷനിലായി. ഇത് കഴിഞ്ഞ ആഴ്ച വരെ അദ്ദേഹം CPMന്റെ ഭാഗമായിരുന്നു. അദ്ദേഹം ജയിലിൽ പോയി. അതായത് ശബരിമല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടിരുന്ന കാലത്ത് ജയിലിൽ പോയി. ഇങ്ങനെയൊക്കെയുള്ള ജനം അവരെ ഏൽപ്പിച്ച, അല്ലെങ്കിൽ കേരളത്തിലെ ഭരണ സംവിധാനം അവരെ ഏൽപ്പിച്ചത് ദേവന്റെ സ്വത്ത് സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് ദേവസ്വം ബോർഡിന്. അതിനകത്ത് കട്ടും മുട്ടിച്ചും ഈ പ്രതികളെല്ലാം ജയിലിൽ പോവുകയും ചെയ്തിട്ട് അതിനെതിരെ ഒന്നും പ്രതികരിക്കാതെ ന്യൂനപക്ഷം എന്നൊരു വാക്ക് കേട്ടപ്പോൾ അവർ ചാടി വീണു. പക്ഷെ ന്യൂനപക്ഷം അവരെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭിത്തിയിലെടുത്ത് അടിച്ചു. അതവർക്ക് അറിയത്തില്ല. ന്യൂനപക്ഷങ്ങൾ എന്റെ കോൺഗ്രസിന് വോട്ട് ചെയ്തോളൂ. അവർ കാലാകാലങ്ങളിൽ അവർ കോൺഗ്രസിന് തന്നെ വോട്ട് ചെയ്തു. പിന്നെ സ്ഥാനാർത്ഥിയുടെ മേന്മയും, സ്ഥാനാർത്ഥി ഇനി ഒരു ക്രിസ്ത്യാനിയാണേലും ഇല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്ക് എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ നമുക്ക് കഴിഞ്ഞാൽ കുറച്ച് ക്രിസ്ത്യൻ വോട്ട് കിട്ടുമെന്നല്ലാതെ നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അവർ കോൺഗ്രസിന് വോട്ട് ചെയ്തോളും. കാലാകാലങ്ങളായി ഭൂരിപക്ഷ സമുദായമാണ് നിങ്ങളുടെ ഒപ്പം നിന്നത്. പക്ഷേ എങ്കിൽ ദേവന്റെ സ്വർണം കട്ടതോടുകൂടി ഭൂരിപക്ഷ സമുദായം നിങ്ങളിൽ നിന്ന് അകന്നു. അങ്ങനെ നിങ്ങൾ ഈ പരുവത്തിലായി നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ ന്യൂനപക്ഷ വേട്ട എന്നൊക്കെ പറഞ്ഞ് ഈ സംഭവമായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇന്നലെ ദേവന്റെ സ്വത്ത് അല്ല, ഇന്നലെ ആരാധനാലയത്തിൽ ആരാധന തടസ്സപ്പെട്ട് എടുത്തി എന്ന വിഷയത്തിൽ പോലീസ് ഇതുവരെ FIR ഇട്ട് ഏതിലൊക്കെ BJP പ്രവർത്തകരെയും നേതാക്കന്മാരെയും ജയിലിലോട്ട് പറഞ്ഞു വിട്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ പറയും സതീശൻ സംഘിയാണെന്ന് പറയും. അങ്ങനെ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിവിടെ ചെലവാകത്തില്ല. ഇത് ചെലവായിരുന്നേ കഴിഞ്ഞ തവണ നിങ്ങൾ പരാജയപ്പെട്ടതൊക്കെ പരാജയപ്പെട്ടു, ഇലക്ഷൻ ആകുമ്പോൾ പരാജയപ്പെടും. ഈ സംഭവം ഇവിടെ ചെലവായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞതൊരു 50-60 സീറ്റിൽ നിങ്ങൾക്ക് ലഭിച്ചേനെ.
അപ്പോൾ നിങ്ങൾ ഈ 35ലേക്ക് പോയപ്പോൾ ഈ സാധനം ഇനി ന്യൂനപക്ഷ ഏകീകരണവും അതുപോലെ ഗാസയ്ക്ക് വേണ്ടി സമരം നടത്തിയതോ പാലസ്തീൻ ഐക്യദാർഢ്യ റാലികളോ ഇറാൻ ഐക്യദാർഢ്യ റാലികളോ ഒന്നും നിങ്ങളെ രക്ഷിച്ചിട്ടില്ല, നിങ്ങളെ ഒട്ട് രക്ഷിക്കാൻ പോകുന്നുമില്ല. നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക് അതിദയനീയമാണ്. അത് നിങ്ങൾക്ക് ഭാവിയിൽ ബോധ്യപ്പെടും. അപ്പോൾ നിങ്ങൾ രാഷ്ട്രീയം പറയൂ, ഇതിൽ ന്യൂനപക്ഷം RSS സംഘപരിവാർ ഭീകരത ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് കിട്ടത്തില്ല. കിട്ടിയത് നിങ്ങൾക്ക് ഭരണ തുടർച്ച ഉണ്ടായാലേ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെല്ലാം നിങ്ങൾക്ക് വോട്ട് ചെയ്തേനെ. അപ്പം നിങ്ങളെ അവരെടുത്ത് തേച്ചെങ്കിൽ അവർക്കതിൽ നിങ്ങളിൽ വിശ്വാസമില്ല, ഈ സംഭവങ്ങളൊന്നും എറിക്കത്തില്ല എന്ന് ബോധ്യമായി വീണ്ടും നിങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കരുതെന്ന് മാത്രമുള്ള അഭ്യർത്ഥനയുള്ളൂ. അല്ലാതെ ഉദയഭാനു സാഹു എനിക്ക് വിട്ടും ബഹുമാനമുള്ള വ്യക്തിയാണ്, അദ്ദേഹത്തെ എതിർത്തൊന്നും പറഞ്ഞല്ല, യാഥാർത്ഥ്യം പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പോൾ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും